ഹലോ ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഗാട് കമ്പനിയുടെയും KMCയുടെയും റീച്ചിൻ്റെ അതിർത്തിയിലാണുള്ളത് വെങ്ങളത്ത്. അപ്പോൾ വെങ്ങളം ഇവിടുന്ന് ചെങ്ങോട്ടുകാവ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തുടക്കം വരെയുള്ള നിർമ്മാണ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ KMC വർക്ക് തീർത്തു. ഇവിടുന്ന് വാഹനങ്ങൾ വെങ്ങളം ഫ്ലൈ ഓവർ കയറി പോകാൻ തുടങ്ങി. വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് അതിർത്തി തുടങ്ങുന്നത് തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൽ നിന്നാണ്. അപ്പോൾ അപ്രോച്ച് റോഡിലൂടെ തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ മേൽഭാഗത്തേക്ക് കയറി നോക്കാം. അപ്പോൾ ആദ്യഘട്ട ടാറിംഗ് വർക്കൊക്കെ ഈ സൈഡിൽ തീർത്തിട്ടുണ്ട് വാഗാട്. മേൽഭാഗത്തെ അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ അവസാനിച്ചിട്ട് കുറച്ചായി. ആവശ്യത്തിന് മണ്ണ് കിട്ടാത്തത് കൊണ്ടാണ് ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഇത്രയും താമസം വന്നത്. ആറി പാനുകൾ കെട്ടി ഒരുപാട് ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം. ഇവിടെ നല്ല വലിയൊരു അണ്ടർപാസാണ്. ഇവിടെ തിരുവങ്ങൂർ ജംഗ്ഷനിൽ തിരുവങ്ങൂർ സ്കൂളിനടുത്തായിട്ടാണ് ഈ ഒരു അണ്ടർപാസ്. അണ്ടർപാസിൻ്റെ വടക്കേ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും നടന്നു വരുന്നുണ്ട്. താഴെ നിന്ന് ആദ്യഘട്ട ടാറിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മേൽഭാഗത്തൊക്കെ ഇനിയും മണ്ണിട്ട് ഉയർത്തി തീരാനുണ്ട്. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് പൂക്കാട് ഭാഗത്തെ നിർമ്മാണ കാഴ്ചകളാണ്. പൂക്കാട് ഭാഗത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും ഇവിടെ മെല്ലെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ മണ്ണിട്ട് കുറച്ചായി കേട്ടോ. വലിയ പുരോഗതിയൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അണ്ടർപാസിൻ്റെ തെക്ക് ഭാഗമാണിത്. മണ്ണ് കിട്ടിയിട്ടും ഇവിടുത്തെ വർക്കൊക്കെ എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഇവിടെയൊക്കെ വർക്കേഴ്സ് ഉണ്ടോ എന്ന് സംശയമുണ്ട്.
അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഫില്ലാക്കുന്ന വർക്കാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു സൈഡിൽ കുറച്ചൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം അണ്ടർപാസിൻ്റെ ഉയരത്തിലേക്ക് മണ്ണിട്ട് ഫില്ലായിട്ടുണ്ട് ഈ ഒരു വടക്ക് ഭാഗത്ത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് നൽകുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ഈ റീച്ചിൻ്റെ അപ്ഡേറ്റുകൾ കാണിക്കും. തിരുവങ്ങൂർ പൂക്കാട് കഴിഞ്ഞ അടുത്ത അണ്ടർപാസ് പൊയിൽക്കാവാണ്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഒരുപാട് സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഇവിടുത്തുകാർ ഈ ഒരു അണ്ടർപാസ്. എല്ലാ ജംഗ്ഷനിലും അണ്ടർപാസ് വരുന്നതിൻ്റെ ഒരു പ്രശ്നം അതിനനുസരിച്ചുള്ള മണ്ണ് കിട്ടേണ്ടതുണ്ട്. വാഗാട് കമ്പനി മണ്ണെടുക്കാൻ പോയടത്തൊക്കെ പ്രശ്നമാണ്. ഇപ്പോൾ മണ്ണടിച്ചതൊക്കെ ഒരുപാട് ഇടപെടൽ കൊണ്ടാണ്. പൊയിൽക്കാവ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ 6 വരി റോഡ് പൂർത്തിയാക്കിയ ഭാഗങ്ങളാണ് കാണാൻ സാധിക്കുക. ചേമഞ്ചേരി ഭാഗമൊക്കെ മുന്നേ വർക്ക് തീർന്നതാണ്. അപ്പോൾ അണ്ടർപാസും അപ്രോച്ച് റോഡും ഇതുപോലെ മണ്ണിട്ട് അധികം ഉയർത്താത്ത ഭാഗത്തൊക്കെ വാഗാട് കുറേയൊക്കെ വർക്ക് തീർത്തിട്ടുണ്ട്. തിരുവങ്ങൂരിനും പൂക്കാടിനും ഇടയിലും അതുപോലെ പൂക്കാടിനും പൊയിൽക്കാവിനും ഇടയിലൊക്കെ 6 വരി പൂർത്തിയായ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ മുൻപ് തന്നെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞതാണ്. ചെങ്ങോട്ടുകാവിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അലൈൻമെൻറ്റ് മാറി കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത്. കൊയിലാണ്ടി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കായി അണ്ടർപാസ് ഉണ്ട്. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് ഏറെ കഴിഞ്ഞതാണ്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മാറ്റം ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ ചെങ്ങോട്ടുകാവ് ഭാഗത്തുണ്ടായിട്ടുണ്ട്. നല്ല ചുവന്ന കളറുള്ള മണ്ണാണ് കേട്ടോ. ഈ റീച്ചിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടുള്ള കളിയാണ്. എല്ലായിടത്തും നല്ല കട്ട ചുവന്ന മണ്ണാണ് എല്ലായിടത്തും ഇങ്ങോട്ട് വാഗാട് അടിച്ച് കൂട്ടുന്നത്. ഈ മണ്ണൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് റോഡ് ഒരുപാട് ദൂരം ടാറിങ് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് കൊയിലാണ്ടി ബൈപ്പാസ് അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ ഈ അണ്ടർപാസിൻ്റെ മേൽഭാഗം കൂടി കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഒക്കെ ഒരു വിശദമായ ഒരു വീഡിയോ ഉടൻ ചെയ്യുന്നതാണ്. അണ്ടർപാസിൻ്റെ മേൽഭാഗം എത്തി കണ്ടില്ലേ? അണ്ടർപാസിൻ്റെ മേൽഭാഗമാണ് കേട്ടോ. തിരുവങ്ങൂരിൽ കണ്ടപോലെ തന്നെ വലിയ അണ്ടർപാസാണ്. കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്ന നന്ദിയിലും ഇതുപോലൊരു വലിയ അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ NH 66 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.